ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സമദ് സഖാഫിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയായി. ആ ദുഷ്ടമോൾ എന്നുള്ള ആ പാട്ട് വളരെ മോശമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഫാമിലിയെയും വളരെ മെച്ചമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട് ട്രോളി കൊല്ലുന്നതും നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും അവിടെ റസൂലിന്റെ മദ്ഹ് പാട്ട് പാടാൻ വേണ്ടി വന്ന ചില ഉസ്താദുമാർ അദ്ദേഹത്തിനുള്ള സ്നേഹബന്ധത്തിന്റെ പേരിൽ ആണെങ്കിൽ പോലും ചില മോഡേൺ വരികൾ ആ പാട്ടുകൾക്കിടയിൽ തിരികെ കയറ്റിക്കൊണ്ട് ഒരു ഗാനം ആലപിക്കുകയും ആ ദുഷ്ടമോൾ എന്ന് പറയുന്ന ഒരു പാട്ട് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും അതിനുശേഷം സമദ് ഉസ്താദിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ ദുഷ്ടമോളെയും ട്രോളി കൊല്ലുന്നതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല, എന്നാലും ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് അയച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളും ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി തയ്യാറായി. തീർച്ചയായിട്ടും ഇനിയെങ്കിലും ആ ട്രോളന്മാർ ആ ട്രോളുകൾ നിർത്തണമെന്ന് ഉസ്താദിനെയും ഫാമിലിയെയും ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് നമുക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. അതിന് ഏറ്റവും കടുത്ത വിമർശനം നൗഷാദ് വാക്കഫി തന്നെ തീർച്ചയായിട്ടും കഴിഞ്ഞ അദ്ദേഹം ഉസ്താദിന്റെ പ്രസംഗത്തിൽ തന്നെ പറയുകയുണ്ടായി. അതോടുകൂടി ആ ട്രോളുകൾ തീർച്ചയായിട്ടും വിമർശനം അദ്ദേഹം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് അദ്ദേഹം തന്നെ നൗഷാദ് വാക്കഫി തന്നെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആദ്യമായി നമുക്ക് ആ ട്രോൾ നിരയായ ആ കല്യാണത്തിലെ ആ പാട്ട് എന്താണെന്ന് ആദ്യമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും അവസാനം വരെ കേൾക്കണം. അതിനുശേഷം മാത്രമേ നിങ്ങളും എന്നെയും തെറി പറയാൻ വേണ്ടി പാടുള്ളൂ എന്ന് ഞാൻ വിനീത പുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ആദ്യമായി ആ കല്യാണ വീട്ടിലുണ്ടായ ആ പാട്ട് നിങ്ങൾക്കൊന്ന് കേൾക്കാം. പാട്ട് നിങ്ങൾ കേട്ട് കാണും. ഈ പാട്ട് പാടുന്നത് ഒരു ഉസ്താദ് ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ സഹായിയായി പാട്ട് പാടാൻ വേണ്ടി പല സ്റ്റേജുകളിലും പോകുന്ന ഒരു നാട്ടുകാരൻ, അദ്ദേഹത്തിന് അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഈ പാട്ടിനെ വിമർശിക്കപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് പാട്ടിലെ തെറ്റുകൊണ്ട് മാത്രമല്ല. മലബാർ കല്യാണങ്ങളിൽ ഇത്തരം പാട്ടുകൾ സജീവമാണ്. പക്ഷേ ഒരു ഉസ്താദുമാരെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ആ സ്റ്റേജിൽ ഇരുന്ന് പാടാൻ പറ്റിയ ഒരു പാട്ട് അല്ല എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ ഇല്ല. എന്നാൽ സമദ് സഖാഫിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു കല്യാണത്തിന്റെ വരനാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ ദുഷ്ടമോൾ എന്ന് പറയുന്ന പത്നിയും ഇതിൽ യാതൊരു പങ്കും വഹിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് വളരെ വലിയൊരു വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു. കാരണം അദ്ദേഹമാണ് വരൻ, അദ്ദേഹമാണ് ഇവരെ കൊണ്ട് പാട്ട് പാടിച്ചത്. തീർച്ചയായിട്ടും ഇതിന് വളരെ ഏറ്റവും വലിയൊരു രൂക്ഷ വിമർശനമായിക്കൊണ്ട് നമ്മുടെ നൗഷാദ് വാക്കഫി പറഞ്ഞ ഏതാനും വാക്കുകൾ കൂടി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നട്ടലുള്ളായി ഇപ്പോ ബുർദയ്ക്ക് പകരം പുതിയാപ്പിളയുടെയും പുതിയവണ്ണിന്റെയും മദ്ഹായി. ബുർദ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹല്ലേ, അതിനു പകരം ഇപ്പൊ പുതിയവണ്ണിന്റെയും പുതിയാപ്പിളയുടെയും മദ്ഹായി. അതിങ്ങനെ കണ്ടിട്ട് ചില ആളുകൾ അതിന്റെ അടിയിൽ എഴുതുകയാണ്, നൗഷാദ് ബാക്കവി ഒരു ബാക്കവിയും ഇതിനെതിരെ പ്രസംഗിക്കൂല, പിന്നെ എന്റെ കൊച്ചാപ്പാടെ മക്കളല്ലേ അത് പാടാൻ പോയത്. പുതിയാപ്പിളയുടെ മദ്ഹ് എന്നിട്ട് പുതിയവണ്ണ് ഇറങ്ങി വരുമ്പോ നട്ടലുള്ള ഒരാണ് ആ വീട്ടിലില്ലാതായിപ്പോയി. ഈമാനുള്ളവൻ, നട്ടല്ലുള്ളെന്ന് ഞാൻ പറയണില്ല, ഈമാനുള്ള ഒരാണ് ആ വീട്ടിലില്ലാതായിപ്പോയി. ഈ തലക്കെട്ടും കെട്ടി ഈ ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ട് ഈ റുസ്തമോളെ ഉണ്ടാക്കണ്ട, അല്ലാത്ത വേഷത്തിൽ പോയിരുന്നു നിങ്ങൾ എന്ത് കോപ്രായ്മയാണോ കാണിച്ചു. എന്ത് മോശാണ് പുതിയാപ്പിള ഇതുവരെ കാണിക്കാത്തത് റുസ്തമൊക്കെ കാണിക്കാൻ പോകുന്നു എന്നാണ് പാട്ടിൽ പറയുന്നത്. അപ്പോൾ വിമർശനങ്ങൾക്ക് ആരും അതീതരല്ല. എന്നാൽ നൗഷാദ് വാക്കഫി വളരെ ശക്തമായ ഭാഷയിൽ തന്നെ നമ്മുടെ സമദ് സഖാഫിക്ക് ഉള്ള മറുപടി കൊടുത്തു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇതോടുകൂടി ഈ രംഗം വിടേണ്ടതാണ്. തീർച്ചയായിട്ടും അദ്ദേഹവും ആ വിമർശനം നല്ല രീതിയിൽ തന്നെ സമദ് ഉസ്താദ് സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു വേഷത്തിൽ വന്നുകൊണ്ട് ഇത്തരം പാട്ട് യാതൊരു കാരണവശാലും പാടാൻ പാടുള്ളതല്ല, ഞാൻ ഈ പാട്ട് പാടാൻ വേണ്ടിയല്ല അവരെ വിളിച്ചത് എന്നും അദ്ദേഹം എന്നോടുള്ള ഒരു സ്വാതന്ത്ര്യം കടമെടുത്തുകൊണ്ട്
ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള ഒരു ട്രെൻഡ് എന്ന നിലയിൽ അങ്ങ് പാടിപ്പോയതാണ്. തീർച്ചയായിട്ടും ആ ഒരു അർത്ഥത്തിൽ അത് കണ്ട് എല്ലാവരും ഇതിനെ ഒന്ന് ഒഴിവാക്കി തരണമെന്ന് വിനീതമായി അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ്. തനിക്കും തൻ്റെ പത്നിക്കും ഒരു മാർക്കറ്റിലോ ഒരു കല്യാണ വീട്ടിലോ ഒന്നും പോകാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നും വളരെ സെൽഫിയും വളരെ ഹാസ്യരൂപേണ ആൾക്കാർ കളിയാക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് എന്നും തനിക്കും തൻ്റെ വാപ്പായ്ക്കും വളരെ വിഷമകരമായ ഒരു സാഹചര്യത്തിലുമാണ് താനും തൻ്റെ കുടുംബവും കടന്നു പോകുന്നത് എന്നും ദയവായി എല്ലാവരും സഹകരിക്കണമെന്നാണ് ഉസ്താദ് നമ്മളോട് പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും വളരെ വലിയ ഒരു മാനക്കേട് ഈ പാട്ട് സമ്മാനിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള യാതൊരു തെറ്റും കൊണ്ടല്ല അങ്ങനെ സംഭവിച്ചത്. ആ പാട്ടുകാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെ ഭാഗത്തുനിന്ന് ചെറിയ ഒരു അവസ്ഥ കൊണ്ടാണ് അവർക്കും ഒരുപാട് ഏറ്റെടുത്ത പരിപാടികൾ വരെ ക്യാൻസലായി പോകുന്ന ഒരവസ്ഥ ഉണ്ടായി എന്ന് ഉസ്താദ് തന്നെ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അന്ന് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണല്ലോ ഒരു കല്യാണം എന്നുള്ളത്. അപ്പോൾ കല്യാണം നല്ല രീതിയിൽ നല്ല പല സ്വപ്നങ്ങളും കണ്ട് വളരെ കഷ്ടപ്പെട്ട് നടത്തിയൊരു കല്യാണമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് പലരുടെയും പല സ്വപ്നങ്ങളാണല്ലോ. അതേപോലെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു നമ്മളെ പിന്നെ ഞാൻ ഈ പാട്ടിൻ്റെ മേഖലയിലും അദ്ദേഹത്തിൻ്റെ മേഖലയിലൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ പാട്ടുമായി ബന്ധപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ പരിപാടിയിലേക്ക് വിളിച്ച് ഒരു മദഹിൻ്റെ വേദി, ഒരു പാട്ട് മജ്ലിസ്, അതായത് മദഹിൻ്റെ മജ്ലിസ് എന്ന നിലക്ക്. അപ്പോൾ മദഹിൻ്റെ മജ്ലിസ് നമ്മൾ വെക്കാൻ കാരണം തന്നെ നമ്മളെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹുമായി എന്ത് വിഷയത്തിലേക്കും നമ്മൾ തുടക്കം കുറിച്ചാൽ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പുണ്യകർമ്മമാണെന്നുള്ള നമ്മളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ആ പുണ്യം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെയൊരു സദസ്സ് നമ്മൾ പിന്നെ സംഘടിപ്പിച്ചത്. അതിലൂടെ ഇത്രയും വലിയൊരു ട്രോളായി മാറുന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷയില്ല. പക്ഷേ ഈ പാടിയ ആളുണ്ടല്ലോ മൂപ്പര് നമുക്ക് അറിയാം, മൂപ്പര് നല്ലൊരു മൂപ്പര് ഈ പാട്ട് മാത്രമല്ല മൂപ്പര് ഒരുപാട്, അതായത് നമ്മളെ ഈ മേഖലയിലുള്ള ആളുകൾ നമ്മളെ ഈ മുസ്ലിമീങ്ങൾ ഏറ്റെടുത്ത നല്ല നല്ല വരികൾ എഴുതിയ ആളാണ് മൂപ്പര്. അത് 2 വരികൾ മാത്രം പറഞ്ഞുതരാം. ഈ കൽബിലണഞ്ഞൂടെ ഹബീബൻ എന്ന് നമ്മളൊക്കെ ഏറ്റെടുത്ത എല്ലാ പാട്ടാണ്. അതുപോലെ ഇഷ്ടം മദീന ഹെന്നിഷ്കും, ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എല്ലാവരും മനസ്സുകൊണ്ട് സ്വീകരിച്ച വലിയ ഒരു മദ്ഹാണ് നമ്മളെ. അപ്പോൾ ഈ ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു അഹമ്മദ് കുട്ടി എന്ന മൂപ്പരെ പേര്. നമ്മൾ സുഹൃത്ത് തന്നെ പല സ്ഥലത്തും നമ്മളെ പരിപാടി കാണലുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ ഈ പാട്ട് പാടാൻ വേണ്ടിയിട്ടൊന്നല്ല വിളിച്ചത്, അത് വേറെ കാര്യം. പക്ഷേ ഈ പാട്ട് ഇങ്ങനെ പാടുന്നുള്ളൊരു കാരണം ഇത് പിന്നെ നമ്മുടെ ഈ വേഷത്തിന് യോജിച്ചതായിട്ടുള്ള വരിയല്ല അവിടെ പാടിയത്. മൂപ്പര് പാടിയത് നമ്മളെ സുഹൃത്തല്ലേ, ഒന്ന് ഉഷാറാക്കി കൊടുക്കാന്നുള്ള നിലക്കാണ്. സ്റ്റേജ് അതിനെ പല രൂപത്തിലും ട്രോളി ഈ ഒരു വിധത്തിൽ എന്നെയും എൻ്റെ വൈഫിനെയും കുടുംബത്തെയും ഇത്രയും വലിയ വിഷമത്തിലേക്ക് എത്തിച്ചു. അതുമാത്രമല്ല ഇതിലൂടെ ഉണ്ടായ പ്രയാസം കാരണം മൂപ്പരും ഈ പാട്ട് പാടിയ ആൾ പോലും വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. മൂപ്പർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പുറത്തിറങ്ങുമ്പോൾ തന്നെ ആളുകൾ സെൽഫി എടുക്കുക, കളിയാക്കുക. മാത്രമല്ല മൂപ്പര് എനിക്ക് വിളിച്ച് ഒരുപാട് തവണ പൊരുത്തം ചോദിച്ചിട്ടുണ്ട് എൻ്റെ വൈഫിനോട് കുടുംബത്തോടൊക്കെ. ഞാൻ കാരണമാണല്ലോ. പിന്നെ ഇതൊക്കെ ഓരോരുത്തർ ഓരോ മൈൻഡിനനുസരിച്ച് അർത്ഥം വെക്കുന്ന ആദ്യം ഇതിൻ്റെ ഒരു ആയിപ്പോയി എന്നുള്ളതാണ്. അതെ, അതന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ വേഷത്തിനോട് യോജിച്ച വരികളല്ല അത്. പാട്ട് യാതൊരു രീതിയിലും പാടാൻ പാടുള്ളതായിരുന്നില്ല. ഈ വേഷവും ഈ തൊപ്പിയും ധരിച്ചുകൊണ്ട് എന്ന് തന്നെ സമുദ്രസ്ഥാൻ തന്നെ വളരെ വ്യക്തമായി അർത്ഥശങ്കക്കില്ലാത്ത വിധം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വിമർശനവും ഈ ഒരു ഉസ്താദിൻ്റെ ഈ ഒരു അഭിമുഖവും കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും ഇനി ഒരാളും ആ കുടുംബത്തെ പിച്ച് ചീന്താൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വലിച്ചു ചീന്തി ട്രോളിൽ കൊല്ലരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ആ കുടുംബത്തിനുണ്ടായ എല്ലാ വിഷമത്തിലും അവരോടും അതുപോലെ തന്നെ മറ്റുള്ള കുടുംബാംഗങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ആ ഭാവി ജീവിതം ഉസ്താദിനും അതുപോലെ തന്നെ ദുഷ്ടമോൾക്കും നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.